നമസ്കാരം. കേരളത്തെ ഇളക്കി മറിച്ച, കേരളത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിച്ച നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി, അഥവാ അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജി കൗസർ എടപ്പക്കത്ത് തള്ളുകയുണ്ടായി. കേരള പോലീസിന്റെ SITക്ക് ആ കേസ് അന്വേഷിക്കാമെന്നും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലായിരിക്കണം അന്വേഷണമെന്നും കേസിന്റെ അന്വേഷണ പുരോഗതി അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ മഞ്ജുഷയുടെ കുടുംബത്തിന് സ്വാതന്ത്ര്യം നൽകണം എന്നൊക്കെ തരത്തിലുള്ള ഒരു വിധിയാണ് കൗസർ എടപ്പക്കത്തിന്റെ സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉണ്ടായത്. എന്നാൽ നവീൻ ബാബുവിൻ്റേത് സ്വാഭാവിക മരണമല്ല, അത് ആത്മഹത്യയല്ല, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ്, കെട്ടിത്തൂക്കിയതാണ്, കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്നൊരു ആരോപണം തന്നെയാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ഒരു കാരണവശാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. കണ്ണൂരിലുള്ള ചില ആളുകളുമായുണ്ടായ അഭിപ്രായ ഭിന്നതയും അതേ തുടർന്നുണ്ടായ ചില അസ്വാരസ്യങ്ങളും തന്നെയാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്, അഥവാ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള സംശയങ്ങളാണ് മഞ്ജുഷയുടെ അഭിഭാഷകനായ ജോൺ റാൾഫ് വളരെ വിശദമായ ഒരു ആർഗ്യുമെന്റ് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജിസ് കൗസർ എടപ്പക്കത്ത് ഇതെല്ലാം തള്ളുകയായിരുന്നു. ഇപ്പോൾ മഞ്ജുഷയുടെ കുടുംബം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നും തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ കൃത്യമായ വസ്തുതകൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരിഗണിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് നേരത്തെ ഉണ്ടായ CBI അന്വേഷണം വേണ്ട എന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കി തൻ്റെ ഭർത്താവിൻ്റെ ദുരൂഹ മരണത്തിൽ അഥവാ കൊലപാതകത്തിൽ CBI അന്വേഷണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഭാര്യ മഞ്ജുഷയും കുടുംബവും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത്, ഒരേ ഒരു പ്രതി എന്ന് പറയുന്നത് CPMന്റെ കണ്ണൂരിലെ പ്രമുഖയായ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിന്റെ യാതൊരു തരത്തിലുള്ള തുമ്പും പുറത്തു വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തങ്ങൾക്ക് ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. CBI അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകണം. അതിന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്ന് ഉത്തരവുണ്ടാകണം. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണം, CBI അന്വേഷണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും മഞ്ജുഷയുടെ ഈ നീക്കം പിണറായി വിജയനെയും PP ദിവ്യയെയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയിനെയും എല്ലാം ഇപ്പോൾ ഭയചകിതരാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. CBI അന്വേഷണം ഈ വിഷയത്തിൽ വരികയാണെങ്കിൽ കണ്ണൂർ ലോബി എന്ന് പറയപ്പെടുന്ന കണ്ണൂരിലെ പ്രമുഖരായ പല CPM നേതാക്കളുടെയും അനധികൃത ഇടപാടുകൾ തോണ്ടി CBI പുറത്തിടും. ഇതുകൊണ്ട് തന്നെയാണ് MP ഗോവിന്ദൻ അടക്കമുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള സമുന്നതരായ നേതാക്കൾ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് എടുത്തത്. സർക്കാർ ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണ പുരോഗതി ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ അത്തരം ആവശ്യങ്ങൾ കൂടി ആഭ്യന്തര വകുപ്പിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കാം എന്നൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും ഈ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മരണത്തിൻ്റെ ദുരൂഹതകൾ അഴിക്കുന്നതിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഭാര്യ മഞ്ജുഷയും കുടുംബവും വ്യക്തമാക്കിയിരിക്കുന്നത്. കണ്ണൂർ ലോബിയുടെ അനധികൃതമായ പല ഇടപാടുകളെക്കുറിച്ച് നവീൻ ബാബുവിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ണൂരിലെ പല CPM നേതാക്കളുടെയും വഴിവിട്ട ബന്ധങ്ങളുടെ ബിനാമി ഇടപാടുകളുടെ രേഖകൾ അദ്ദേഹത്തിൻ്റെ ഫയലിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, കണ്ണൂരിലെ TTK ദേവസ്വം ഭൂമി കണ്ണൂരിലെ പല CPM നേതാക്കളുടെ ബിനാമികളുടെ പേരിലാണ് പതിച്ചു നൽകിയിരിക്കുന്നത്. കണ്ണൂരിലും വയനാട്ടിലുമായി നടന്നിരിക്കുന്ന ഏതാണ്ട് 5000 കോടി രൂപയുടെ ഭൂമിയുടെ ക്രയവിക്രയങ്ങളുടെ കൃത്യമായ ഇടപാടുകൾ, അതിൽ CPMന്റെ സമുന്നതരായ നേതാക്കൾക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ചെല്ലാം കൃത്യമായ രേഖകൾ ഉള്ള ഫയലുകൾ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നവീൻ ബാബുവിനെ ഇവർ കൊലപ്പെടുത്തുവാനോ അപായപ്പെടുത്തുവാനോ മുന്നോട്ട് വന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം സംശയിക്കുന്നതും. ഇത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും അടിവരയിട്ട് പറയുന്നത്. എന്തായാലും നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി അഥവാ അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, കേസിൽ പ്രതി ചേർത്തിരിക്കുന്നതും ഒരേ ഒരാളാണ്. മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയാണ്. കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്ന് വിശേഷണമുള്ള
പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും എല്ലാം അടുത്ത സുഹൃത്തും വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ് പി ദിവ്യ. അതുകൊണ്ട് തന്നെ ഭരണതലത്തിൽ വളരെ നിർണായകമായ സ്വാധീനമുള്ള പി ദിവ്യയാണ് ഈ കേസിൽ പ്രതി എന്നതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ അപ്പീൽ ഏത് തരത്തിൽ എന്ന് പരിഗണിക്കും എന്നുള്ളതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം തന്നെ വരും. അഥവാ ഹൈക്കോടതിയിൽ അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി വരെ പോയി അതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തും എന്ന് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബവും ഭാര്യ മഞ്ജുഷയും അടിവരയിട്ട് പറയുമ്പോൾ പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും പി ദിവ്യയും കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയ് അടക്കമുള്ള എല്ലാ ആളുകളും ഭീതിയുടെ നിഴലിൽ തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ഇനി ഈ വിഷയത്തിൽ നടക്കുക? CBI അന്വേഷണം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.